എല്ലാ സ്കൂളുകളും ശാസ്ത്രമേളയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. ഇന്ന് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഗവൺമെൻറ് LPS ഊണത്തുമുള്ളിലെ കുട്ടികളുടെ അരികിലാണ്. എന്തായാലും ആ കുട്ടികളുടെ കലാവിരുതുകൾ നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് വീക്ഷിക്കാം. വിശേഷങ്ങൾ ഇവിടുത്തെ സീനിയർ ടീച്ചറുമായിട്ട് തന്നെ നമുക്ക് ഷെയർ ചെയ്യാം. എന്തായാലും ടീച്ചറുടെ പേരെന്താണ്? ദീപ ടീച്ചറുമായിട്ട് നമുക്ക് ഇവിടുത്തെ കുട്ടികളുടെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ മക്കളെ ഒരു ശാസ്ത്രമേളയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അവരുടേതായ ഓരോരുത്തർക്കും ഓരോ മേഖലകൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. വയറിങ്, വേസ്റ്റ് മെറ്റീരിയലുള്ള പ്രോഡക്റ്റ്, പേപ്പർ ക്രാഫ്റ്റ്, വോളിബോൾ നെറ്റ് മേഖലകൾ അവരെല്ലാം ഒരുക്കുന്ന അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്. നാളെയാണ് ശാസ്ത്രമേള. നാളെ മറ്റന്നാളായിട്ടാണ് നമ്മുടെ പ്രവൃത്തി പരിചയം, മാത്സ് മേളകളൊക്കെ നാളെയാണ്. സയൻസ് മറ്റന്നാളെയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് കുട്ടികളോട് ഇങ്ങനെ ഈ ശാസ്ത്രമേളയുടെ ഒരു ലക്ഷ്യം എന്താണ്? കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്കൂളിൽ മാത്രം ഒതുങ്ങാതെ മൊത്തത്തിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്കൂളിലും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല നമ്മുടെ നാട്ടിലെ സബ്ജക്റ്റിലുള്ള മിക്ക സ്കൂളുകളിലും അതുവേണ്ടിയിട്ടാണ് എച്ചമായ നമ്മുടെ മധു സാറ് ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട്. നമുക്കിതിൻ്റെ ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പ് എന്തൊക്കെയാണ്, കുട്ടികളുടെയൊക്കെ മോട്ടിവേഷൻ എന്തൊക്കെയാണെന്നുള്ളത് സാറുമായിട്ട് തന്നെ നമുക്ക് ഷെയർ ചെയ്യാം. 10-ാം തീയതിയുമായിട്ടാണ് ആറ്റിങ്ങൽ ഉപജില്ല ശാസ്ത്രമേള നടക്കുന്നത്. ശാസ്ത്രമേള എന്ന് പറയുമ്പോൾ ശാസ്ത്രം മാത്രമല്ല, സാമൂഹ്യ ശാസ്ത്രമേള, ഗണിതശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള, IT മേള, അങ്ങനെ 3-4 വിഭാഗങ്ങൾ ചേർന്നിട്ടാണ് നടക്കുന്നത്. ആറ്റിങ്ങൽ ഗേൾസ് ഹൈസ്കൂളിലും ഡയറ്റ് സ്കൂളിലുമായിട്ടാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് ഇതിൽ പങ്കെടുക്കാനുള്ളത്. കാരണം LP വിഭാഗത്തിൽ തന്നെ 4 വരെ ഓരോ ഡിവിഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 5-ാം ക്ലാസ്സിൽ ഒരു ഡിവിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ 7-8 കുട്ടികളൊക്കെ ഉള്ളൂ. നമ്മുടെ സാധാരണ സർക്കാർ സ്കൂളുകളിൽ ചില ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളുടെ അവസ്ഥ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇതിൽ പരമാവധി കുട്ടികളെ ഈ മേളയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത് അവർക്ക് പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഏതാണ്ടൊരു 3, 4, 5 ക്ലാസ്സുകളിൽ ഒരു 2-3 കുട്ടികൾ, അത് അവർക്ക് ചില അസൗകര്യങ്ങളുള്ളതുകൊണ്ട് മാത്രം ഒഴിവാക്കി ബാക്കി മുഴുവൻ കുട്ടികളെ ഈ മേളയിൽ പങ്കെടുപ്പിക്കണം. നമുക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒന്നും കിട്ടാനൊന്നും തോന്നില്ല, അതൊക്കെ നമുക്കറിയാം. കാരണം ഒരുപാട് വലിയ സ്കൂളുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് PTA ഫണ്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്കൂളുകൾ അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ച് പങ്കെടുക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും ഉള്ള സ്കൂളൊന്നുമല്ല. കുട്ടികളുടെ തന്നെ ഇത് വളരെ കുറച്ച് പേര് മാത്രമാണ് ഇതിനോട് സാമ്പത്തികമായി സഹകരിക്കുന്നത്. ബാക്കിയെല്ലാം ഇവിടെ അധ്യാപകരെല്ലാവരും കൂടെ തന്നെയാണ് ഇതിൻ്റെ ചിലവുകളെല്ലാം നോക്കുന്നത്, സാധനങ്ങൾ വാങ്ങുന്നത് എല്ലാം ഇവിടെ നമ്മുടെ സ്റ്റാഫ് വെറും അത് 4-5 പേര് ആകെയുള്ള 4-5 പേര് ചേർന്നിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നാലും അവരെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. ഒരു വലിയ വേദിയിൽ പോയി പങ്കെടുത്ത് അതിൻ്റെ ഒരു അനുഭവം അവർക്കുണ്ടാവുക. ഇനി നാളെ ഇവിടെ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ചെന്നാൽ ഒരു വലിയ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അതിനുള്ളൊരു പ്രചോദനം ഉണ്ടാവുക എന്നുള്ള ലക്ഷ്യത്തിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയിൽ കൂടുതലായിട്ട് പിന്നെ ഗണിതശാസ്ത്രമേളയിലും അതുപോലെ പ്രവൃത്തി പരിചയമേളയിലും ഞങ്ങളെ കൊണ്ടാവുന്ന തരത്തിൽ പരിശീലനം നൽകി തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഏതെങ്കിലും 1-2 ഇനത്തിനെങ്കിലും പിന്നെ സമ്മാനം ലഭിക്കും എന്നുള്ള ശുഭപ്രതീക്ഷ കുട്ടികൾക്കുമുണ്ട്, ഞങ്ങൾ അധ്യാപകർക്കുമുണ്ട്. കുട്ടികളും വിജയിക്കട്ടെ എന്ന് ജനഹൃദയം ന്യൂസ് പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.